അമേരിക്ക ഇറാൻ പിടിച്ചെടുക്കുകയാണെങ്കിൽ അവരുടെ സമ്പദ്ഘടനയിലുള്ള മാറ്റത്തെക്കുറിച്ചാണ് ചർച്ചയാവുന്നത്. പ്രധാനമായിട്ടും എണ്ണക്കള്ളക്കടത്ത് അവസാനിക്കും എന്നുള്ളതാണ്. ഇത് പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും അടക്കം ഗുരുതരമായിട്ട് ബാധിക്കുമെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത്? ഇറാനിലൊരു ഭരണമാറ്റം ഉണ്ടായാൽ അത് ഈ ഒരു ഷാഡോ ക്യാരിയേഴ്സ് എന്ന് പറയുന്ന കപ്പലുകൾ ഉപയോഗിച്ച് ലോകമെമ്പാടും ഇറാനിൽ നിന്നുള്ള എണ്ണ കള്ളക്കടത്തായിട്ട് വിൽക്കുകയും വാങ്ങുകയും ഒക്കെ ചെയ്യുന്ന ഒരു നെറ്റ്വർക്ക് ഉണ്ട് വലിയ. അത് പിന്നെ ദശകോടികളുടെ അധികം ഡോളറുകളുടെ ഒരു വ്യാപാരമാണ്. ആ വ്യാപാരം മുഴുവൻ മാറാൻ പോവുകയാണ്. അതായത് ഇറാന് മേൽ ഉപരോധം ഉള്ളതുകൊണ്ടാണ് ഇറാനിൽ നിന്നും എണ്ണ കള്ളക്കടത്തായിട്ട് പുറത്തേക്ക് കൊണ്ടുപോകേണ്ടി വരുന്നത്. ഇത് ഏറ്റവും അധികം ഗുണം ചെയ്യുന്ന യഥാർത്ഥത്തിൽ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനിലുമുള്ള ചില എണ്ണ ക്രൂഡ് ഓയിൽ കള്ളക്കടത്ത്, അല്ലെ ക്രൂഡ് ഓയിൽ മാത്രമല്ല, ഇറാനിൽ നിന്ന് അത്യാവശ്യം റിഫൈൻഡ് ഡീസലും പെട്രോളും ഒക്കെ പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അവർക്ക് അങ്ങനെ ആ കള്ളക്കടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതിൽ പാകിസ്ഥാന്റെ ഭരണകൂടം തന്നെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഉള്ള ഒരു വലിയ നെറ്റ്വർക്ക് പാകിസ്ഥാന്റെ സമ്പദ്ഘടനയെ ഇത് വലിയ ദോഷകരമായിട്ട് ബാധിക്കും. ഖമൈനി പുറത്തു പോയാലെന്നാണ് ഇപ്പോൾ വാർത്തകൾ സൂചിപ്പിക്കുന്നത്. അതായത് അതിന്റെ കാരണം പറയുന്നത്, ഈ ലോകത്തിൽ ഏറ്റവും എണ്ണവില കുറവുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇറാൻ. ഇറാനിലെ 1 ലിറ്റർ പെട്രോളിന് വളരെ തുച്ഛമായ വിലയാണ്. അതായത് അമേരിക്കയിലെ ഒരു 4.5 സെന്റ് 100 സെന്റാണ് $1. അങ്ങനെയുള്ള 4.5 സെന്റ് അല്ലെങ്കിൽ 5 സെന്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് കൂട്ടാം. 3 തൊട്ട് 5 സെന്റ് വരെയാണ് ഇറാനിൽ ഈ പെട്രോളിനും ഡീസലിനും ഒക്കെയുള്ള വില. അത്ര തുച്ഛമായ വിലയാണ്. അങ്ങനെ തുച്ഛമായ ഒരു ലിറ്ററിന് നമുക്ക് ഒരു റഫായിട്ട് ഇന്ത്യൻ രൂപയിൽ കണക്കാക്കിയ 1 ലിറ്ററിന് 1 രൂപ പോലും ഇല്ല. അത്ര ലാഭകരമായിട്ടാണ് അവിടുന്ന് ഈ പെട്രോളും ഡീസലും ഒക്കെ കിട്ടുന്നത്. എന്നിട്ട് അത് വാങ്ങിച്ചിട്ട് ഇത് ആൾക്കാർ പുറത്തേക്ക് വിൽക്കും, പാകിസ്ഥാനിലോട്ടൊക്കെ. അങ്ങനെ വിറ്റിട്ട് ഉപജീവനം കഴിക്കുന്ന ഇറാൻകാർ ധാരാളമുണ്ട്. ഇറാനിലെ ഖമൈനി ഭരണകൂടം പെട്രോളിയത്തിന്റെ വില തദ്ദേശീയമായിട്ട് ഡൊമസ്റ്റിക് മാർക്കറ്റിൽ കുറച്ച് നിർത്തിയിരിക്കുന്നത് ഒരു പ്രത്യേക ലക്ഷ്യത്തിലാണ്. കാരണം അവിടെ ഈ ജനങ്ങൾക്ക് ഈ ഒരു കാര്യത്തിലെങ്കിലും ജനങ്ങളെ അവർ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ജനരോഷം ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഇതാണ് ഇറാനിൽ ഇത്ര വലിയ, അതായത് അന്താരാഷ്ട്ര മാർക്കറ്റിലെ വിലയും ഇറാന്റെ ആഭ്യന്തര വിലയും തമ്മിലുള്ള ഈ വലിയ വ്യതിയാനമാണ് ഇറാനിൽ നിന്നും പുറത്തേക്ക് എണ്ണ കള്ളക്കടത്ത് നടക്കുന്നതിൻ്റെ ഒരു കാരണം. അങ്ങനെയുള്ള എണ്ണ കള്ളക്കടത്ത് നടത്തി സർക്കാർ തന്നെയാണ് പാകിസ്ഥാനിൽ അത് ചെയ്യുന്നത്. അതായത് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ചില ആൾക്കാരും, അതുപോലെ അഫ്ഗാനിസ്ഥാനാണെങ്കിൽ താലിബനും, ഈ സൈന്യത്തിന്റെ ആൾക്കാർ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഈ ഒരു സാധ്യത അമേരിക്ക ഇറാനിൽ ഇടപെട്ട് അമേരിക്കയുടെ സഹായത്തോടു കൂടി ഇറാനിലെ ഭരണകൂടത്തെ നിഷ്കാസിതമാക്കിയിട്ട് ഒരു ജനാധിപത്യ ഭരണകൂടം അവിടെ നിലവിൽ വരികയാണെങ്കിൽ അമേരിക്ക ഇറാന് മേലുള്ള ഉപരോധങ്ങളൊക്കെ പിൻവലിക്കും. അങ്ങനെ ഉപരോധങ്ങൾ പിൻവലിക്കപ്പെട്ട ഒരവസ്ഥയിൽ ഇറാന് സ്വതന്ത്രമായിട്ട് എണ്ണ മറ്റു രാജ്യങ്ങൾക്ക് വിൽക്കാൻ സാധിക്കും. അങ്ങനെ വിൽക്കാൻ സാധിച്ചാൽ പിന്നീട് എണ്ണ കള്ളക്കടത്തിന്റെ സാധ്യതയില്ല, എണ്ണ കള്ളക്കടത്തിന് പിന്നെ പ്രസക്തിയില്ല. സ്വാഭാവികമായിട്ടും ഇറാനെ സംബന്ധിച്ചിടത്തോളം അത് തദ്ദേശീയമായിട്ട് അവരുടെ രാജ്യത്തിനുള്ളിൽ വലിയൊരു പുരോഗതിക്ക് കാരണമാകും. എങ്കിലും ഒരു തരത്തിലും അത് ഈ എണ്ണ കള്ളക്കടത്തിൽ ഏർപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് നല്ലതല്ല. കാരണം അതാണ് ഇനി വരും ദിവസങ്ങളിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു സാമ്പത്തിക മാറ്റം. അപ്പൊ പാകിസ്ഥാനിൽ അവർ പറയുന്നത്, ഈ റാഭ എന്ന് പറയുന്ന മുൻനിര കമ്പനികൾ, അതായത് ബിനാമി കമ്പനികൾ ഉണ്ടാക്കിയിട്ട് ഈ എണ്ണ കള്ളക്കടത്ത് കാരണം ഇത് അമേരിക്ക അറിയാൻ പാടില്ലല്ലോ, ഇത് പരസ്യമായിട്ട് നടത്താൻ പാടില്ല. പാകിസ്ഥാനിലെ സർക്കാർ ഇതിന് അനുകൂലമാണെങ്കിലും ഇത് അമേരിക്കയ്ക്ക് വ്യക്തമായ റെക്കോർഡുകൾ ഇതിൽ കിട്ടാൻ പാടില്ല. അതിനു വേണ്ടിയിട്ട് പാകിസ്ഥാനികൾ ചെയ്യുന്നത്, അവർ റാഭ എന്ന് പറയുന്ന കമ്പനികൾ ഉണ്ടാക്കിയിട്ട് ഈ കമ്പനികൾ ഹോങ്കോങ്ങിലും അതുപോലെ തന്നെ ദുബൈയിലും ഒക്കെ ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് ഈ കമ്പനികളുടെ പേരിലാണ്, ഈ ബിനാമി കമ്പനികളുടെ പേരിലാണ് ഈ കച്ചവടം ഇവിടെ നടക്കുന്നത്. അങ്ങനെ നടക്കുന്ന കച്ചവടം
ചൈനയ്ക്കും ഇതിൽ വലിയൊരു പങ്കുണ്ട്. ഇത് പല കണക്കുകളാണ് പുറത്തു വരുന്നത്. ചിലർ പറയുന്നത് ഇത് ഏറ്റവും കുറഞ്ഞ കണക്കനുസരിച്ച് ദിവസം 2 ലക്ഷം ബാരൽ എണ്ണയാണ് ഇങ്ങനെ കള്ളക്കടത്ത് നടത്തുന്നത്. ചില കണക്കുകൾ അനുസരിച്ച് ദിവസം 12 ലക്ഷം ബാരൽ വരെ ഇത്തരം കള്ളക്കടത്ത് നടക്കുന്നുണ്ടെന്നാണ്. അപ്പോൾ ഇതിലൂടെ കൈമറിയുന്ന പണത്തിൻ്റെ ഒരു അളവ് നമുക്ക് ഊഹിക്കാൻ, ഒരു വർഷമൊക്കെ ചിലർ പറയുന്നത് ഒരു 30 ബില്യൺ US$ വരെ കള്ളക്കടത്താണ്, ട്രേഡിംഗ് ആണ് അവിടെ നടക്കുന്നതെന്നാണ്. എന്തോ അതിൻ്റെ വസ്തുത നമുക്ക് കൃത്യമായിട്ട് കണക്കുകളൊന്നുമില്ല. പക്ഷേ എന്നിരുന്നാലും ഇത്തരം ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നത്. അപ്പോൾ ഈ കള്ളക്കടത്തെന്ന് പറയുന്ന ഒരു ഉപജീവന മാർഗം അല്ലെങ്കിൽ ഒരു പാരലൽ ഇക്കോണമി പാകിസ്ഥാനിൽ ഇല്ലാതാവുമ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച് അത് വലിയ തിരിച്ചടിയാകാൻ പോവുകയാണ്. ഇനി മാത്രവുമല്ല, പാകിസ്ഥാന് മറ്റൊരു രീതിയിലും ഇതിനകത്തിൽ ബുദ്ധിമുട്ടുണ്ടാകാൻ പോവുകയാണ്. അതായത് UAE പതുക്കെ പാകിസ്ഥാന് മേൽ കർശനമായ നിയന്ത്രണങ്ങളിലേക്ക് കടക്കുകയാണ്. നമുക്കറിയാം, പണ്ട് കാശ്മീർ വിഷയത്തിലൊക്കെ UAE സജീവമായിട്ട് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തു. പക്ഷേ പിന്നെ ഈ അടുത്ത കാലത്തായിട്ട്, അതായത് നമ്മുടെ ആർട്ടിക്കിൾ 370 അബ്രോഗേറ്റ് ചെയ്തപ്പോഴും UAE പാകിസ്ഥാനെ പിന്തുണയ്ക്കാൻ തയ്യാറായില്ല. അത് മാത്രവുമല്ല, പാകിസ്ഥാനിലെ ചില ഡോൺ പോലുള്ള പത്രങ്ങൾ എഴുതുന്നത് UAE രഹസ്യമായിട്ട് പാകിസ്ഥാനെതിരായിട്ട് പിന്നെ ഗിൽജിത്ത് ബാൾട്ടിസ്ഥാനിലുള്ള പ്രക്ഷോഭകാരികളെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ്. അതായത് ദക്ഷിണേഷ്യയുടെ ജിയോ പൊളിറ്റിക്സ് വളരെ പിന്നെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള മാറ്റങ്ങളിലേക്കാണ് വരുന്നത്. ഇങ്ങനെ മാറ്റം വരുമ്പം സ്വാഭാവികമായിട്ടും ഞാനീ പറഞ്ഞ ദുബൈ അടിസ്ഥാനമായിട്ടുള്ള ബിനാമി കമ്പനികൾ, ഈ എണ്ണ കള്ളക്കടത്തിൽ ഏർപ്പെടുന്ന കമ്പനികൾക്ക് മേൽ കർശനമായ നിയന്ത്രണം UAE കൊണ്ടുവരാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതായത് അനധികൃതമായ സ്വത്ത് അല്ലെങ്കിൽ വിനിമയങ്ങൾ പാകിസ്ഥാനിൽ നടക്കുന്നത് ഇതോടുകൂടി തടസ്സപ്പെടുന്നു. ചുരുക്കി പറഞ്ഞാൽ ഈ ഇറാനിലെ ജനാധിപത്യ പ്രക്ഷോഭം അത് വിജയിച്ച് അവർ അധികാരത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായിട്ടുള്ള തിരിച്ചടികൾക്ക് കാരണമാകും. മാത്രവുമല്ല, ഇത് അത്ര ഒരു പിന്നെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥിതിവിശേഷമല്ല. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ ഓരോ ഡോളറും വിലപ്പെട്ടതാണ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന രാജ്യത്തിന് ഈ ഇറാനിൽ നിന്ന് ലഭിക്കുന്ന വില കുറഞ്ഞ എണ്ണ, ആ എണ്ണ പാകിസ്ഥാന് തദ്ദേശീയമായിട്ടും വലിയ പ്രയോജനമാണ്. പാകിസ്ഥാനിലെ ഈ വരാൻ പോകുന്ന ദിവസങ്ങളിലുള്ള ഒരു പ്രതിസന്ധി, ഇറാനിൽ നിന്ന് കള്ളക്കടത്ത് എണ്ണ ലഭിക്കുന്നില്ല. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇറാനിൽ നിന്ന് നേരിട്ട് എണ്ണ വാങ്ങും. അത് നല്ല വില കൊടുത്തു. ഒരുപക്ഷെ പാകിസ്ഥാന് ഒരു ബാരലിന് ഒരു $5 $10 ഡിസ്കൗണ്ട് കൊടുത്താലും ഒന്നുമല്ല. ഇപ്പോൾ പാകിസ്ഥാന് ലഭിക്കുന്നത് ബാരലിന് ചിലപ്പം ഒരു $5 വിലയിലൊക്കെ ആയിരിക്കും ഈ കള്ളക്കടത്ത് എണ്ണ ലഭിക്കുന്നത്. അത് മാറിയിട്ട് അന്താരാഷ്ട്ര വിലയോടെ ഏതാണ്ട് അടുത്ത ഒരു വിലയിൽ എണ്ണ വാങ്ങിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് പാകിസ്ഥാൻ വരും. പാകിസ്ഥാന്റെ സമ്പദ്ഘടന മൊത്തമായിട്ട് തകരാനുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് ഈ കാര്യങ്ങൾ എത്തുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതൊരു വലിയ ഒരു ഭൂമികുലുക്കം, ഈ സമ്പദ്ഘടനയിലെ ഒരു വലിയ ഒരു തകർച്ച ഇത് പിന്നെ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഉണ്ടാകും. ഇറാനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും അവർക്ക് മെച്ചമാണ്. കാരണം ഇതുവരെ അവർക്ക് എണ്ണയോ പ്രകൃതിവാതകമോ വളരെ കുറച്ചളവിൽ മാത്രമേ വിൽക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നുള്ളൂ. ഇനി അങ്ങനെയല്ല. മറ്റേതൊരു GCC രാജ്യത്തെയും പോലെ ലോക മാർക്കറ്റിലേക്ക് എണ്ണ വിൽക്കാനും അതുപോലെ പ്രകൃതിവാതകം വിൽക്കാനുമുള്ള സാഹചര്യം ഒരുങ്ങുകയാണ്. അവിടെ ജനാധിപത്യ ഭരണകൂടം നിലവിൽ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും പാകിസ്ഥാന് അതിൽ ഒരു മെച്ചവും ഉണ്ടാവില്ല. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ നഷ്ടക്കച്ചവടമായിരിക്കും. വരും ദിവസങ്ങളിൽ ഇത് പാകിസ്ഥാൻ സമ്പദ്ഘടനയും പാകിസ്ഥാനെ സംബന്ധിച്ച് അവർക്ക് UAE ഉൾപ്പെടെയുള്ള പല ഗൾഫ് രാജ്യങ്ങളുമായിട്ടുള്ള അവരുടെ ബന്ധത്തെയും ദോഷകരമായിട്ട് തന്നെ ബാധിക്കും. പാകിസ്ഥാനെ സംബന്ധിച്ച് അവരുടെ വിലപേശൽ ശക്തി വളരെ കുറയുകയാണ്. ഗൾഫുമായിട്ട് ഉള്ള ട്രാൻസാക്ഷൻസിൽ പാകിസ്ഥാന് വലിയ ദൗർബല്യമാണ് വരാൻ പോകുന്നത്. UAE പരസ്യമായിട്ട് തന്നെ ഇന്ത്യയോടുള്ള ഒരു ആഭിമുഖ്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞു. അവർ പാകിസ്ഥാന് ആയിട്ടുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻസ് നിലനിർത്തുന്നുണ്ടെങ്കിലും വലിയൊരു രീതിയിൽ പാകിസ്ഥാനെ അനുകൂലിക്കുക എന്നുള്ള സമീപനത്തിൽ നിന്നും UAE ആദ്യം പിന്മാറിയെങ്കിലും മറ്റു ഗൾഫ് രാജ്യങ്ങളും പതുക്കെ പിന്മാറാൻ തന്നെയാണ് സാധ്യത. വരും ദിവസങ്ങളിൽ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം. താങ്ക് യു.